നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടും. 1 മുതൽ 4 ഡിഗ്രി വരെ ഉയരുമെന്ന് മുന്നറിയിപ്പ്. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. രാജാക്കാട് ബസ് അപകടത്തിൽ വിനോദസഞ്ചാരികൾ മരിച്ചു. ചങ്ങരംകുളത്ത് നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ച് അപകടം. തലപ്പാറയ്ക്കടുത്ത് KSRTC ബസ് മറിഞ്ഞു. കോതമംഗലം കോട്ടപ്പടിയിൽ പ്രശ്നപരിഹാരം. ആന നശിപ്പിച്ച കിണർ 1 മാസത്തിനകം പുനർനിർമ്മിക്കാമെന്ന് വനം വകുപ്പ്. പൂരാവേശത്തിൽ തൃശൂർ. കൊടിയേറ്റം നടന്നു. തൃശൂർ പൂരം 19-ന്. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാട്. ആഘോഷത്തിരക്കിൽ വിപണി. വിശദമായി നോക്കാം. കോതമംഗലം കോട്ടപ്പടിയിൽ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. ആന നശിപ്പിച്ച കിണർ 1 മാസത്തിനകം പുനർനിർമ്മിക്കാമെന്ന് വനം വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. നവമി ദിനേശ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുകയാണ്. നവമി, താൽക്കാലികമായെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധം അത് ശമിപ്പിക്കാൻ വനം വകുപ്പിന്റെ ഈ ഒരു തീരുമാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് നിലവിലത്തെ അവിടുത്തെ ഒരു സാഹചര്യം? ആര്യ, മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യപടിയായി ഈ നാട്ടുകാർ പിടിച്ചുവെച്ച JCB വിട്ടു നൽകാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. JCB ഉടമ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ എത്താൻ കാരണം അതിനുള്ളൊരു ഉറപ്പ് വനംവകുപ്പും പ്രസിഡന്റ് അടക്കം നൽകി. പ്രസിഡന്റ് പറഞ്ഞത്, പ്രസിഡന്റ് ഈ ചർച്ചകൾക്ക് ശേഷം പ്രതികരിച്ചിരുന്നു. ഇതിനോടകം തന്നെ കിണറിന്റെ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞു. ഉടൻ തന്നെ കളക്ടറുമായി ബന്ധപ്പെട്ട ശേഷം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അവര് ഈ എത്ര രൂപയാണോ ഈ കിണറിന് വേണ്ടി കിണർ പുനർനിർമ്മിക്കാൻ ആവശ്യമായത് ആ തുക ഈ ഉടമസ്ഥന് നൽകും. അതിനുശേഷം ഇതിനു വേണ്ടിയിട്ടുള്ള ഈ കിണർ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ളൊരു ഉറപ്പ്, അത് 1 മാസത്തിനുള്ളിൽ തന്നെ അത് നടപ്പാക്കുമെന്നുള്ളൊരു ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ മറ്റൊരു പ്രശ്നമായിരുന്നു ഈ കാട്ടാന. അതായത് ഇന്ന് ഈ കടത്തിവിട്ട ആ കാട്ടാന ഇതിനു മുൻപ് പല തവണയും ഇവിടെ വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും അത് വരാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് അതിനൊരു പരിഹാരം വേണം. അതിനെ മയക്കുമടി വെച്ച് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നൊരു ആവശ്യം കൂടി നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും വനംവകുപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഫെൻസിങ്ങിനടക്കം ഒരു തുക അനുവദിച്ചിട്ടുണ്ട്. അത് കിട്ടിയാൽ തന്നെ അതിന് ഈ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, ഈ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഉടൻ തന്നെ പരിഹരിക്കും, എല്ലാ നടപടികളും ഉടൻ തന്നെ കൈക്കൊള്ളും എന്നുള്ളൊരു ഉറപ്പ് കൂടി വനംവകുപ്പും പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ഉറപ്പിന്റെ പിന്നാലെയാണ് നാട്ടുകാർ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. അതോടൊപ്പം അവരുടെ ഇന്നലെ ഇവർക്ക് നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് ഈ കാട്ടാനയെ മയക്കുമടി വെച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വേണം. സ്ഥല MLA ഉൾപ്പെടെ ഇന്നലെ ഇവിടെ എത്തിയായിരുന്നു ഇവർക്ക് ആ ഉറപ്പ് നൽകിയത്. ആ ഉറപ്പ് പാലിക്കാത്തതിനാൽ ഈ വകുപ്പ് തല നടപടി വേണം. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ആനയെ ഇവിടെ നിന്ന് കയറ്റിവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വേണം. ഇല്ല എങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ഇടവക പള്ളി വികാരിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ ചർച്ച. അതിനുശേഷം ഫാദർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ആര്യ, ഈ ഒരു പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. JCB അടക്കം ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. എങ്കിൽ പോലും നാട്ടുകാരുടെ ഒരു ആശങ്ക ഇപ്പോഴും പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധവും അതോടൊപ്പം തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് കോട്ടപ്പടിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ താൽക്കാലികമായി അവിടെ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഒരു അവസാനം വരികയാണ്. എന്നിരുന്നാൽ പോലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ എത്തുന്നു, അവർക്ക്
ഭയത്തോടുകൂടി മാത്രമേ അവിടെ ജീവിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള സാഹചര്യമാണ്. അതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. അത് ഉണ്ടായില്ലെങ്കിൽ, അത്തരത്തിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് അവരുടെ ആലോചനയുള്ളത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 1 മുതൽ 4 ഡിഗ്രി വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ 3 മുതൽ 4 ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യത പ്രവചിക്കുന്നു. തൃശൂർ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. പൂരത്തിന് കൊടിയേറി കഴിഞ്ഞു. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറ്റം നടന്നത്. 19-ാം തീയതിയാണ് പൂരം. 17-ന് സാമ്പിൾ വെടിക്കെട്ടും 18-ന് ചമയ പ്രദർശനവും നടക്കും. കോഴിക്കോട് തൃശൂർ ഹൈവേയിൽ തലപ്പാറയ്ക്കടുത്ത് KSRTC ബസ് മറിഞ്ഞ അപകടം. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് 10 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും സമീപ പ്രദേശങ്ങളിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. പിറകിൽ വന്ന ബസ്സിലെ യാത്രക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ബസ്സിൽ 93 യാത്രക്കാരാണ് ഉള്ളത്. അപകട കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. മലപ്പുറം ചങ്ങരംകുളത്ത് നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ച് കടയിലേക്ക് പാഞ്ഞു കയറി ഒരാൾ മരിച്ചു. ആനക്കര സ്വദേശിയായ ശ്രീരാഗാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. ശ്രീരാഗിനെ കാർ വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാർ പുറത്തെടുത്തത്. ചങ്ങരംകുളം പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി രാജാക്കാടും ബസ് അപകടത്തിൽ 2 മരണം സംഭവിച്ചു. തമിഴ്നാട് സ്വദേശികളായ 7 വയസ്സുകാരി സന, റജീന എന്നിവരാണ് മരിച്ചത്. തമിഴ്നാട് ശിവഗംഗയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുമിളിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്നതിനിടെ രാജാക്കാട് വട്ടക്കണ്ണിപ്പാറയിൽ വെച്ച് ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. മലപ്പുറം എടപ്പാളിൽ ശസ്ത്രക്രിയയ്ക്കിടെ അമ്മയും കുഞ്ഞും മരിച്ചു. കോഴിക്കോട് കായണ്ണ സ്വദേശി സ്വാതിയാണ് മരിച്ചത്. സ്വാതി 7 മാസം ഗർഭിണിയായിരുന്നു. ഇന്നലെ പരിശോധനയ്ക്കായാണ് എടപ്പാളിൽ എത്തിയത്. ഗർഭസ്ഥ ശിശു മരിച്ചതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ പുറത്തെടുക്കാൻ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും സ്വാതിക്കും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. വിഷുവിന് കണി കണ്ടുണരാൻ ഉണ്ണിക്കണ്ണന്മാർ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. കണിവെള്ളരിക്കും പടക്കങ്ങൾക്കുമൊപ്പം കൃഷ്ണവിഗ്രഹങ്ങളും വിപണി കീഴടക്കുകയാണ്. പ്ലാസ്റ്റിക്കിന്റെ കണിക്കൊന്നയും ഇക്കൊല്ലം സുലഭമാണ്. വിഷുപ്പുലരിയിൽ കണി കാണാൻ പാതയോരങ്ങൾ നിറയെ ഉണ്ണിക്കണ്ണന്മാർ ഒരുങ്ങി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇക്കൊല്ലം കൃഷ്ണവിഗ്രഹങ്ങൾ സുലഭമാണ്. പടക്ക വിപണി പോലെ തന്നെ കൃഷ്ണവിഗ്രഹങ്ങളും ഇപ്പോൾ പാലക്കാടിന്റെ വിപണി കീഴടക്കുകയാണ്. പിന്നെ വീടുകളിൽ ഒറ്റയ്ക്കൊറ്റ ഓരോ താമസങ്ങളായി അങ്ങനെ ഓരോ ചെറിയ വിഗ്രഹങ്ങളും അങ്ങനെ കൊണ്ടുപോകും. 100 മുതൽ 5000 രൂപ വരെ വിലയുള്ള കൃഷ്ണവിഗ്രഹങ്ങളുണ്ട്. വ്യത്യസ്ത വലിപ്പങ്ങളിലും നിറങ്ങളിലുമാണ് വിഗ്രഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കളിമണ്ണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഫൈബർ എന്നിവയിലാണ് വിഗ്രഹങ്ങളുടെ നിർമ്മാണം. വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണന്മാര് 100 മുതൽ 5000 വരെയുള്ള കൃഷ്ണന്മാരുണ്ട്. പിന്നെ ഇപ്പോൾ പൊതുവെ ഈ കൃഷ്ണന്റെ കാലം പോകുന്നുണ്ട് ചെറുത്. ഇത് ഫൈബർ ഉണ്ട്, ഇത് പൾപ്പാണ്. ഫൈബർ, പൾപ്പ്, പിന്നെ പ്ലാസ്റ്റർ പാരീസ്, അങ്ങനെ 3 ഐറ്റം ഉള്ളൂ. കണ്ണന്മാർക്കൊപ്പം പ്ലാസ്റ്റിക്കിൽ തീർത്ത കണിക്കൊന്നയും വിപണിയിൽ സുലഭമാണ്.
35 രൂപ മുതലാണ് പ്ലാസ്റ്റിക് കണിക്കൊന്നകളുടെ വില. വിഷുദിനം അടുത്തതോടെ നിരവധി പേരാണ് വിഗ്രഹങ്ങളും പൂക്കളും തേടിയെത്തുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. നാളെ മലയാളികൾ വിഷു ആഘോഷിക്കുമ്പോൾ ഇനി കണിയൊരുക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. കൃഷ്ണവിഗ്രഹവും കണിക്കൊന്നയും മറ്റ് പഴവർഗ്ഗങ്ങളും ഒക്കെ തേടിയുള്ളൊരു അത് വാങ്ങിക്കൂട്ടാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. അതിൽ പ്രധാനമാണ് കണിവെള്ളരി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കണിവെള്ളരി വിളവെടുക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതും വിപണിയിൽ സുലഭമായി ലഭിക്കുന്ന, വിപണിയിലെ ഒരു സ്ഥിരം വലിയ കാഴ്ചയായി മാറുന്നതാണ് ഈ കണിവെള്ളരി എന്നുള്ളത്. കോതമംഗലം കടവൂർ സ്വദേശി ജേക്കബ് കണിവെള്ളരി കൃഷിയിൽ 100 മേനി വിളവ് നേടിയിരിക്കുകയാണ്. സമ്മിശ്ര കർഷകനായ ഇദ്ദേഹത്തിന് കണിവെള്ളരി കൃഷി 30 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കാഴ്ചയിലേക്ക്. എറണാകുളം പെരിങ്ങോട്ടൂർ പഞ്ചായത്തിലെ കടവൂർ തെക്കേ പന്നമുറ്റത്ത് താമസിക്കുന്ന പുള്ളോലിക്കൽ PJ ജേക്കബിന്റെ കണിവെള്ളരി കൃഷി 3 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. വിഷുവിപണി മുന്നിൽ കണ്ട് ഇത്തവണ 3 ഏക്കറോളം സ്ഥലത്താണ് ജേക്കബ് കണിവെള്ളരി കൃഷി ചെയ്തത്. 10 ടൺ കണിവെള്ളരി പ്രതീക്ഷിച്ച് ചെയ്ത കൃഷിയിൽ ഇത്തവണയും 100 മേനിയാണ് വിളഞ്ഞത്. വിഷുവിപണിക്ക് അനുയോജ്യമായ വലിപ്പത്തിലും നിറത്തിലും ആയിരക്കണക്കിന് ലക്ഷണമൊത്ത കണിവെള്ളരികളാണ് വിഷുവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷിയിടങ്ങളിൽ പാകമായി കിടക്കുന്നത്. കൂടുതൽ ലാഭവും അധ്വാനക്കുറവുമുള്ളതാണ് വെള്ളരി കൃഷിയെന്നും കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും കൃഷി ഉപേക്ഷിക്കാത്തത് എന്നും കൃഷിയുടമ ജേക്കബ് പറയുന്നു. ഞാനൊരു 30 വർഷമായിട്ട് കൃഷിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. മുഖ്യ എൻ്റെ പണി കൃഷിയാണ്. ഇതിപ്പോൾ കണിവെള്ളരിക്ക് വേണ്ടിയിട്ട് അത് പ്രത്യേകം ഉണ്ടാക്കണ കൃഷി ചെയ്ത് ഇതൊരു ഫെബ്രുവരി മാസം ഒരു 10-12 നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് നല്ല നിറമായിട്ട് അത് അതിൻ്റെ വിളവെടുക്കാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ പ്രത്യേക ഒരു വെറൈറ്റി ആയത്. മറ്റേ വിത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ വെറൈറ്റി നോക്കി അതിൻ്റെ പ്രകൃതി അനുസരിച്ച് രീതി അനുസരിച്ച് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കണം. അത് ഒത്തിരി വലിപ്പമുള്ളതിൻ്റെയാണ് നമുക്ക് വിഷുക്കാലത്ത് അത് ചിലവ് കുറവായിരിക്കും, വിലയും കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വലിപ്പമാവില്ലാത്ത തരം നോക്കി ഒരു ആവറേജ് 1 കിലോ വെച്ച് വന്ന രീതിക്കുള്ളത് വേണം വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എടുക്കാൻ വെറൈറ്റി. സ്വന്തമായുള്ള 4 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് കൂടാതെ സ്ഥലം പാട്ടത്തിനെടുത്തും കൃഷി വിപുലമാക്കിയിരിക്കുകയാണ് ജേക്കബ്. സമ്മിശ്ര കർഷകനായ ജേക്കബ് ഏറെക്കുറെ എല്ലാ വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 കോതമംഗലം. വിഷു ആയതോടെ പടക്ക വിപണിയും സജീവമായിരിക്കുകയാണ്. ഇത്തവണ പുതുമയാർന്ന ഇനം പടക്കങ്ങളാണ് വിപണി കീഴടക്കുന്നത്. ശബ്ദത്തിലും നിറത്തിലും വ്യത്യസ്തത തരുന്ന ചൈനീസ് പടക്കങ്ങളാണ് വിപണിയിലെ താരം. വിഷുവിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പാലക്കാട് പടക്കക്കടകളിൽ തിരക്കേറി. ഇക്കൊല്ലവും പുതുമയാർന്ന പടക്കങ്ങൾ വിപണിയിൽ സുലഭമാണ്. ജിൽ കിറ്റ്കാറ്റ് തുടങ്ങിയവയാണ് പടക്ക വിപണിയിലെ താരങ്ങൾ. പ്രത്യേകത ചെറിയ കുട്ടികൾക്ക് കത്തിക്കുന്ന കമ്പിത്തിരി, കയ്യിൽ തീയായാലും കൊള്ളാത്ത രൂപത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മഹാരാജ ക്രാക്കറിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ കമ്പിത്തിരി ഉണ്ട്. പിന്നെ വിവിധ തരം മേശപ്പൂവ് സിംഗിൾ കുറ്റികളുണ്ട്. അതുപോലെ തന്നെ ക്രാക്കിൾ ചെയ്ത് കത്തുന്ന കളറ് ബോർഡുകൾ വരുന്ന അങ്ങനെ പലതരത്തിലുള്ള മേശപ്പൂവാണ് കുറയുള്ളത്. അതുപോലെ തന്നെ ലൈറ്റുകൾ പലതരത്തിലുള്ള ലൈറ്റുകളുണ്ട്. ബാഹുബലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈറ്റുകളാണ്. ശബ്ദത്തിലും നിറത്തിലും സ്വഭാവത്തിലും പുതുമയുള്ള ഇനങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടെങ്കിലും കമ്പിത്തിരിക്കും മേശപ്പൂവിനും നിലച്ചക്രത്തിനും തന്നെയാണ് ഡിമാൻഡ്. 100 മുതൽ 200 രൂപ വരെയുള്ള കമ്പിത്തിരികളുണ്ട്. കൂടുതലും ചൈനീസ് പടക്കങ്ങളാണ് വിറ്റഴിയുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പടക്കങ്ങൾക്ക് വില കൂടിയെങ്കിലും വ്യത്യസ്തമാർന്ന ഇനങ്ങളാണ് ഇത്തവണ വിപണിയിലുള്ളത്. സാമ്പത്തിക പ്രശ്നങ്ങളും വേനൽ ചൂടുമെല്ലാം വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. വില ചെറിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. കച്ചവടം പൊതുവെ മാന്ദ്യത്തിലാണ്. വില ചെറിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ജനത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അത് പൊതുവെ മാർക്കറ്റിലുള്ള അവസ്ഥ നമുക്ക് പടക്കക്കാർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കനത്ത ചൂടും മുൻവർഷങ്ങളിലെ അപകടങ്ങളും കണക്കിലെടുത്ത് പടക്ക വിപണിയിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഴിയോര പടക്ക വിപണികൾ ഇത്തവണ കുറവാണ്. വരും ദിവസങ്ങളിൽ കച്ചവടം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ന്യൂസ് 18 പട്ടാമ്പി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി അതിജീവിത. ഹാഷ് വാല്യൂ മാറിയതിലൂടെ സ്വകാര്യത കോടതിയിൽ പോലും നിഷേധിക്കപ്പെട്ടു. കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ്. സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നതെന്നും സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പിൽ അതിജീവിത പറയുന്നു.
ഡാനി പോൾ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാനി, കഴിഞ്ഞ ദിവസമാണ് ഈ റിപ്പോർട്ട് വന്നത്. അതായത് 3 തവണ കോടതിയുടെ പക്കലിരിക്കെ ഈ മെമ്മറി കാർഡ്, സ്വകാര്യ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ആ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്, ആ ദൃശ്യങ്ങൾ മറ്റ് ആളുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് വന്നു. സ്വാഭാവികമായും അതിജീവിതയെ സംബന്ധിച്ച് അത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. നമ്മളൊക്കെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും കോടതിയും ഒക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കോടതിയിൽ പോലും ഇത്തരത്തിലുള്ള തെളിവുകളൊന്നും സുരക്ഷിതമല്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ, പ്രകടനങ്ങൾ ഒക്കെ ഉണ്ടാകും. എന്തൊക്കെ കാര്യങ്ങളാണ് അതിജീവിത കുറിപ്പിൽ പറയുന്നത്? സമൂഹ മാധ്യമത്തിൽ അവരെ കുറിച്ചിരിക്കുന്നത് വളരെ അവർക്ക് നേരിട്ട ഇത്തരം ഒരു ദുരനുഭവത്തിന്റെ ഒരു നേർചിത്രം തന്നെയാണ് അവർ വാക്കുകളിലൂടെ കുറിച്ചിട്ടിരിക്കുന്നത്. ഇത് വളരെ ഞെട്ടിക്കുന്നതാണ് തീർച്ചയായും ഈ സംഭവം എന്ന് അവർ പറയുകയും അതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിലാണ് വിചാരണ കോടതി ഒരു അന്വേഷണം നടത്തി ഇതിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് അവർ സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. ഇത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ് ഇത്തരം കാര്യങ്ങൾ, സ്വകാര്യത എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും തന്നെ ലംഘിക്കപ്പെട്ടിരിക്കുന്നതാണ്. കോടതിയിൽ ഇരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ്, അതിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയിട്ടുണ്ട്. ഇതിലൂടെ തന്നെ നിഷേധിക്കപ്പെടുന്നത് അവരുടെ തന്നെ വ്യക്തി എന്ന രീതിയിൽ ഭരണഘടന അനുവദിച്ച ഒരു അവകാശത്തിന്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് അവർ കുറിക്കുകയും ചെയ്യുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണെന്ന് അവർ വ്യക്തമാക്കുന്നു. ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ടകെട്ടി ഞാൻ ഡാനിയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം ചേരുകയാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, നമ്മളെല്ലാം ഞെട്ടിപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു കോടതിയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന കാര്യം. അതായത് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, പലതവണ ആ ദൃശ്യങ്ങൾ കോടതിയുടെ പക്കൽ ആ മെമ്മറി കാർഡ് ഇരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ആളുകൾ, അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിച്ച്, കോടതിയെ വിശ്വസിച്ച് നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ വിക്ടിമുകൾ എന്ത് വിശ്വസിച്ച് ഇത്തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉയരേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഇതിനെ നോക്കി കാണുന്നത്? ഭാഗ്യലക്ഷ്മി കേൾക്കുന്നുണ്ടോ? യെസ്, ഭാഗ്യലക്ഷ്മിയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, ഷോക്കിംഗ് ആൻഡ് അൺഫെയർ എന്നുള്ളതാണ് അതിജീവിത ഈ കുറിപ്പിനകത്തിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ വിശദാംശങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ? റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിച്ചപ്പോൾ തന്നെ അതിൽ വ്യക്തമാക്കുന്നുണ്ട്, ഈ നടിയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നിരുന്നത്. ഇതിൽ 3 വട്ടം ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അത് കോടതി പ്രവർത്തിക്കാത്ത സമയങ്ങളിൽ പോലും ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് രാത്രികാലങ്ങളിൽ 2 തവണ രാത്രിയിൽ തന്നെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. ഇതിൽ സൂചിപ്പിക്കപ്പെടുന്നത് ഈ ഹൈക്കോടതിയിൽ ജീവനക്കാർ അടക്കം ഇതിൽ പരിശോധന നടത്തിയിട്ടുണ്ടെന്ന് അടക്കമുള്ള ഈ കാര്യങ്ങൾ കോടതി ജീവനക്കാർ തന്നെ ഇതിൽ പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് ഇതിൽ അടക്കം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ വിമർശന വിധേയമായിരുന്നു. 3 വട്ടം ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയ സാഹചര്യങ്ങൾ, എങ്കിൽ അവരിൽ നിന്ന് സ്വീകരിച്ച മൊഴികൾ എന്താണ് എന്നതടക്കം തനിക്ക് ലഭിക്കണമെന്നത് ഒരു അപേക്ഷയും നടി അതിജീവിത കോടതിക്ക് മുൻപായി ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു. ഈ ഒരു അന്വേഷണം സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയതെന്ന ഗുരുതരമായ ആരോപണവും അവർ ഉന്നയിച്ചു. കാരണം ഈ അന്വേഷണം വളരെ രഹസ്യമായി നടത്തി, എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് പോലും അത് പറഞ്ഞിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിലായിരുന്ന മെമ്മറി കാർഡ് കോടതിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ നിന്ന് അതാണ് പറയുന്നതെന്ന് അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കാര്യങ്ങൾ അവരുടെ ഹർജിയിലടക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു അന്വേഷണം ആ റിപ്പോർട്ട് അസാധുവാക്കണമെന്ന്, റദ്ദാക്കണമെന്നും IG റാങ്കിൽ കുറയാത്ത ഒരു ഓഫീസറുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണമാണ് ഹാഷ് വാല്യൂ മാറിയ കാര്യത്തിൽ നടപ്പാക്കേണ്ടതെന്നുമാണ് അവർ കോടതിയിൽ പറഞ്ഞിരുന്നത്. ഇതിനുശേഷം കോടതി കേസ് പരിഗണിക്കുമ്പോൾ തന്നെയും
അവരുടെ ആ നടി പറയുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ സത്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മൊഴി എന്താണ് എന്നത് കോടതി ജീവനക്കാരെ അടക്കം രേഖപ്പെടുത്തിയ മൊഴിയുടെ വിശദാംശങ്ങൾ അവർക്ക് നൽകേണ്ടതാണ്. അവരുടെ ഒരു ആവശ്യം നിലനിൽക്കുന്നതാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം അവർ ഉന്നയിക്കുന്ന മറ്റ് ആവശ്യങ്ങൾ പിന്നീട് പരിഗണിക്കാം. ഈ കേസ് മെയ് 30 പരിഗണിക്കാനായിട്ട്, അവരുടെ ആവശ്യം പരിഗണിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. കോടതിയിൽ പോലും ഈ റിപ്പോർട്ട് അത് വിശദാംശങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന രീതിയിൽ തന്നെയാണ് വന്നിരുന്നത്. ഇപ്പോൾ അവർ അതിന് പരസ്യമായ രീതിയിൽ അവരുടെ ഒരു പ്രതിഷേധം, അവരുടെ ഈ വിഷയങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ അവരുടെ അക്കൗണ്ടിൽ അവരൊരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരിക്കുന്നു ഈ നടപടികൾ എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും കോടതിയിൽ നീതിന്യായ വ്യവസ്ഥയിൽ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒടുവിൽ അവർ സത്യസന്ധമായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തോടുകൂടിയാണ് ആ കുറിപ്പ് ചുരുക്കുകയും ചെയ്യുന്നത്. ഇത് അവർക്കുണ്ടായ ഈ ദുരനുഭവം വളരെ വ്യക്തമാക്കുന്നതാണ്. ഏവരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നത് കൃത്യമാണ്. അത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അതിജീവിതയുടെ കുറിപ്പും അത് വ്യക്തമാക്കുന്നു. തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏവരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കഴിഞ്ഞ ദിവസം വന്നത്. അതിജീവിതയും അതേപോലെ തന്നെ ബാലചന്ദ്രകുമാറും പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നത്. കോടതിയുടെ പക്കലിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മെമ്മറി കാർഡിൽ ഹാഷ് വാല്യൂ മാറ്റം വന്നിട്ടുള്ളത്. അത് പുറത്തു പോയിട്ടുണ്ട്, കോടതിക്ക് പുറത്തു പോയിട്ടുണ്ട്, മറ്റുള്ളവർ കണ്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലെ റിപ്പോർട്ട് വരുമ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ എങ്ങനെയായിരിക്കാം ഇനി മുന്നോട്ടുള്ള നിയമ നടപടികൾ കടക്കുക? ഡാനി, അതേ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? മെയ് 30 കേസ് ഇവരൊരു ഹർജി എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. മെയ് 30 അത് വീണ്ടും അതിജീവിതയുടെ ഹർജി പരിഗണിക്കുക. അന്ന് കോടതിക്ക് ഇക്കാര്യങ്ങളിൽ എന്താണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്, ഇവരുടെ ആവശ്യങ്ങളിൽ എന്ത് നിലപാടാണ് എടുക്കാനുള്ളത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും. കാരണം ഇവരുടെ ആവശ്യം ന്യായമാണ്. പ്രത്യേകിച്ച് മൊഴിപ്പകർപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കേണ്ടതാണ് എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഡാനിയിലേക്ക് മടങ്ങി വരാം. ബൈജു കൊട്ടാരക്കര ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം ഇരിക്കുമ്പോൾ, ഈ തെളിവ് കോടതിയിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെയൊരു കൃത്യവിലോപം നടന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ, കേസുകളിൽ വിക്ടിമിന് കോടതിയെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എന്ത് വിശ്വസിച്ച് ഇനി ഈ നിയമവ്യവസ്ഥയിലൊക്കെ നമ്മൾ വിശ്വസിക്കണം, മുന്നോട്ട് പോകണം നിയമ നടപടിയുമായി എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എല്ലാവരെയും, സാധാരണക്കാരെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വന്നത്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ആര്യ, ഇത് തന്നെയാണ് ഞങ്ങൾ കാലങ്ങളായിട്ട് കാലങ്ങൾ മീൻസ് ഈ കേസ് കഴിഞ്ഞ കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് അങ്കമാലി കോടതിയിലെ ഒരു ജഡ്ജ് അവരുടെ കസ്റ്റഡിയിൽ ജഡ്ജി കസ്റ്റോഡിയനായിട്ടുള്ള ആ സേഫിൽ സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡുമായിട്ട് അവരുടെ PA 1 വർഷം നടന്നു എന്ന് പറഞ്ഞാൽ ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുന്നത്? 1 വർഷമാണ് ഈ മെമ്മറി കാർഡ് പോക്കറ്റിൽ നടന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇനി അതുകൂടാതെ ഇത് തുറന്നു നോക്കി എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് FSL ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ട് 2 വർഷത്തോളം ഈ റിപ്പോർട്ട് ആരെയും കാണിക്കാതെ, ആരെയും ഒരു മനുഷ്യനെ പോലും തുറന്നു കാണിക്കാതെ, ഇത് പബ്ലിക് പ്രോസിക്യൂട്ടറോട് പോലും പറയാതെ, മുകൾ കോടതികളെ ഒന്നും അറിയിക്കാതെ ഇത് വെച്ചിരുന്ന വിചാരണ കോടതിയുടെ നടപടി സൂചിപ്പിക്കുന്നത് ഇതൊക്കെയാണ് നമുക്കറിയണം. ഒരു നീതിന്യായ വ്യവസ്ഥയില് ഒരു ഇത്രയും വിലപിടിപ്പുള്ള ഒരു ഇത്രയും വാല്യൂ ഉള്ള ഒരു എവിഡൻസ്, ഈ എവിഡൻസ് ജഡ്ജി കസ്റ്റോഡിയനായിട്ടുള്ള ആ സേഫിൽ സൂക്ഷിക്കാനുള്ള സാധനം ഇങ്ങനെ നാട്ടുകാർക്ക് മൊത്തം തുറന്ന് കാണാനായിട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം മറ്റെന്താണ് നമ്മുടെ നാട്ടിൽ എന്താണ് സേഫ്? ഏത് കാര്യത്തിനാണ് നമുക്ക് സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയുന്നത്? ഏത് കോടതിയിലാണ് നമുക്ക് സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയുന്നത്? ഹൈക്കോടതിയിൽ എന്നിട്ട് ഇപ്പൊ അവർക്ക് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ പകർപ്പ് പോലും പുറത്ത് കൊടുക്കരുതെന്നാണ് പറയുന്നത്. അതിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് വീണ്ടും ഹൈക്കോടതിയിൽ വീണ്ടും പോകേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇത് എന്താണ് നമ്മുടെ നാടിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഒരു പെൺകുട്ടിക്ക് ഇത്രയും, ഇതിപ്പം ഒരു നടിയായതുകൊണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് ഇത്രയും അധമമായ ഒരു സംഗതി നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ട് ഇത്രയും ആളുകൾ ഇത്രയും കാലമായിട്ട് ഈ കേസിന്റെ പുറകെ ഇങ്ങനെ ഇതിനെ എങ്ങനെയെങ്കിലും ഇതിലെ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് മാത്രം ഇതിനെ ഓരോ പ്രാവശ്യവും 165ഓളം ഹർജികളാണ് സുപ്രീം കോടതി ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്. എത്ര കോടി രൂപ മുടക്കണമെന്ന് അറിയാമോ?
അത് ഇതിൽ ഒരു പ്രതിയാണ് നടത്തിയിരിക്കുന്നത്, അല്ലാതെ ചെയ്തിരിക്കുന്നത് 8ാം പ്രതിയാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ പൾസർ സുനി അല്ല. പൾസർ സുനി പോലും ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ പോയി. പൾസർ സുനി 250 രൂപ തനിക്ക് വേണം എന്ന് പറഞ്ഞ് അയാളുടെ ഒരു സുഹൃത്തിന് ആലുവ ജയിലിൽ കിടന്നുകൊണ്ട് അന്ന് കത്തെഴുതിയതാണ് എന്ന് പറഞ്ഞ പറഞ്ഞ പൾസർ സുനിയാണ് ഏതാണ്ട് ലക്ഷങ്ങൾ കൊടുത്ത് ഒരു വക്കീലിനെ അങ്ങോട്ടേക്ക് വിട്ടത് അയാൾക്ക് ജാമ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഈ കാര്യങ്ങൾ ആരാണ് അന്വേഷിക്കുക? എനിക്കറിയാൻ പാടില്ല. ഇത് ആരാണ് അന്വേഷിക്കേണ്ടത്? ആരാണ്? ഇങ്ങനെയാണെങ്കിൽ ഈ കോടതികളിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന എവിഡൻസുകൾ കോടതിയിൽ കൊടുക്കുമ്പോൾ ഇതിനുള്ള വിശ്വാസ്യത എന്താണെന്നുള്ളത് കോടതിയാണ് ഉത്തരം പറയേണ്ടത്. മേൽ കോടതികൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത് ഇതിനുള്ള വിശ്വാസ്യത എന്താണ് എന്നുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ബൈജു കൊട്ടാരക്കര ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് നിൽക്കുന്നത്. അതിൽ സ്വാഭാവികമായും അതിജീവിതയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. തീർത്തും ഏത് തരത്തിലാണ് ഈ പ്രതികരണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്നുള്ള തരത്തിലാണ് അതിജീവിതയുടെ ഭാഗത്തു നിന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഒരു കുറിപ്പ് അത്തരത്തിലാണ് തുടങ്ങുന്നത്. ഇത്തരത്തിൽ നീചത്വത്തിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ കോടതി പോലും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിലായി ഇനിയും കോടതിയിൽ വിശ്വാസം അവസാനിച്ചിട്ടില്ല, വിശ്വസിക്കുകയേ നിവർത്തിയുള്ളൂ എന്നുള്ള തരത്തിലാണ് അതിജീവിതയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ കൊടും വേനലിൽ വലയുന്ന ജനങ്ങൾക്ക് ആശ്വാസമായി NGO യൂണിയൻ നടത്തുന്ന തണ്ണീർപന്തൽ. തിരുവനന്തപുരം PMG ജംഗ്ഷനിലാണ് NGO യൂണിയൻ തണ്ണീർപന്തൽ ഒരുക്കിയത്. ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ ഇവിടെ നിർത്തി യാത്രക്കാർക്ക് ജ്യൂസും സംഭാരവും വാങ്ങുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5560 രൂപ, പവന് 44,480 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, കിലോഗ്രാമിന് 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.